ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്നാണ് നമ്മൾ തേടിക്കൊണ്ടിരുന്നത് പോലത്തൊരു സിനിമ കയ്യിൽ കിട്ടിയത്. ഒരു സൈക്കോ സീരിയൽ കില്ലർ ക്രൈം ത്രില്ലർ. നായകനായ ഡോക്ടർക്ക് ഓട്ടോപ്സി ചെയ്യാനെത്തിയ ബോഡിയിൽ നിന്നും ഒരെഴുത്ത് ലഭിക്കുന്നു. അതിലെ സൂചന അയാളെ മറ്റൊരു ഡെഡ് ബോഡിയിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും അടുത്തൊരു ഡെഡ് ബോഡിയിലേക്ക്. ഇതിങ്ങനെ തുടർന്നു പോവുകയാണ്. ഡോക്ടർ എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നത്, അതും കൂടെയാണ് നമ്മൾ ഈ കഥയിലൂടെ അറിയാൻ പോകുന്നത്. എന്നാ പിന്നെ മടിക്കണ്ട, നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2018 റിലീസ് ചെയ്ത കട്ട് ഓഫ് എന്ന ജർമ്മൻ മൂവിയാണ്. അയ്യോ, നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഏതോ ഒരു ദ്വീപ് കാണിക്കുന്നു. ചുറ്റിലും കടൽ വെള്ളം ക്ഷോഭിക്കുന്നത് കാണാം. ഈ ദ്വീപിൽ ഒരു ചെറിയ ബാറുണ്ട്. ആ ബാറിനകത്ത് ഒരു പെണ്ണുണ്ട്. ആ പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായിക. പൂച്ചക്കണ്ണുള്ള നമ്മുടെ കഥാനായിക. അവളൊരു കാർട്ടൂണിസ്റ്റാന്ന് തോന്നുന്നു. അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഈ പെൺകുട്ടി പടം വരയ്ക്കുന്നുണ്ട്. ആ സമയത്താണ് രണ്ട് പൂവാലൻ ചെറുക്കന്മാർ ഈ പെൺകുട്ടിയെ പുതുതായി അവിടെ കണ്ടതുകൊണ്ട് വന്നിരുന്ന് സംസാരിച്ച് വശീകരിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു. എന്നാൽ അവൾ ഈ പയ്യന്മാരെ കാര്യമാക്കുന്നില്ല. അവരോട് ദേഷ്യപ്പെടുന്നുമില്ല. രണ്ട് ജോക്കർമാരിരുന്ന് എന്തൊക്കെയോ പറയുന്നു. ശ്രദ്ധിക്കാതെ വിട്ടാ മതി എന്ന ധാരണയിൽ അവളിങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു മെസ്സേജ് വരുന്നത്. എനിക്ക് നിന്റെ പുതിയ നമ്പർ കിട്ടി, 1000 kisses ബൈ ഡാനി. ഏതോ ഡാനി എന്ന ആൾ ഇവൾക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ആ മെസ്സേജ് കിട്ടിയ ഉടനെ പെണ്ണ് പേടിച്ച് ഈ ബാറിലുള്ള റെസ്റ്റ് റൂമിനകത്തേക്ക് കയറും. എന്നിട്ട് അവിടെ നിന്ന് ആരെയോ വിളിക്കുന്നുണ്ട്. അവളുടെ സഹോദരനാന്ന് തോന്നുന്നു. അവൾ ആ സഹോദരനെ വിളിച്ച് പറയും, ഡാനിക്ക് എന്റെ നമ്പർ കിട്ടിയല്ലോ. എങ്ങനെയാണിത് സംഭവിച്ചത്? ഞാൻ അവനെ പേടിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവന് ഞാനുള്ള സ്ഥലം അറിയാൻ പാടില്ല. നമ്പർ അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനുള്ള സ്ഥലവും അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാകും. എനിക്ക് പേടിയാകുന്നു. ഇത് കേട്ട് സഹോദരൻ പറയാണ്, നീ പേടിക്കണ്ട. അവൻ ഒരിക്കലും നീ അവിടെ ഉണ്ടാകുമെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. കാരണം നീയുള്ളതൊരു ദ്വീപിലാണ്. അങ്ങോട്ട് അവന് വരാൻ കഴിയില്ല. മാത്രമല്ല, എന്റെ 2 ആൾക്കാർ അവന്റെ വീടിന് ചുറ്റുമുണ്ട്. അവൻ അനങ്ങിയാൽ അതെനിക്ക് മനസ്സിലാക്കും. ഞങ്ങൾ നിന്നെ അറിയിക്കാം, നീ പേടിക്കണ്ട. ഇത് കേട്ട് ഹീറോയിൻ പറയാണ്, ഒരുപക്ഷെ എന്റെ മൊബൈൽ നമ്പർ വെച്ച് അവൻ ലൊക്കേഷൻ കണ്ടുപിടിച്ചാലോ? എനിക്ക് പേടിയാവുന്നു. എന്തായാലും നീ ഒരു പുതിയ സിം എനിക്ക് അയച്ചേക്ക്. ആ സിമ്മിന്റെ വിവരം പുറത്താരോടും പറയണ്ട. ഇത് കേട്ട് സഹോദരൻ പറയും, പേടിക്കണ്ട, ഞാൻ അയക്കാം. പക്ഷെ എല്ലാ കാലത്തും നീ അവനെ പേടിച്ച് ഓടി ഒളിക്കാൻ പറ്റും എന്ന് വിചാരിക്കണ്ട. അവനെ ജയിലിൽ പൂട്ടണമെങ്കിൽ നീ തന്നെ നേരിട്ട് വന്നാലേ നടക്കൂ. ഞാൻ ലോയറോട് സംസാരിച്ചു കഴിഞ്ഞു. ഇത് കേട്ട് ഹീറോയിൻ പറയാ, നീ എന്നോട് ചോദിക്കാതെ എന്തിനാ ലോയറോട് സംസാരിച്ച്? അത് അവൻ അറിഞ്ഞാൽ എന്നെ ഉറപ്പായിട്ടും കൊലപാതകം ചെയ്യും. ദയവ് ചെയ്ത് നീ എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യണ്ടെന്നും പറഞ്ഞ് ഇവള് കോള് കട്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ ഈ സഹോദരന്റെ അടുത്ത് ഒരു മൊട്ടപ്പയ്യൻ വന്ന് സംസാരിക്കുന്നുണ്ട്. സംഭവം ഹീറോയിൻ ഭയപ്പെടുന്ന അവളുടെ പഴയ കാമുകൻ. അവൻ വീട്ടിൽ നിന്നും ഇവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് എങ്ങോട്ടോ മുങ്ങിയിരിക്കുക. ആ കാര്യം സഹോദരൻ ഹീറോയിനെ അറിയിച്ചിട്ടില്ല. കാരണം അവൾ പേടിക്കുമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ഇവിടെ ഹീറോയിൻ അവനെ കൊണ്ട് എന്നെ പിടിക്കാൻ പറ്റില്ല. ഞാൻ ദ്വീപിലാണുള്ളത്. ഇങ്ങോട്ട് ആർക്കും വരാൻ കഴിയില്ല. ഇവിടെ കൊടുങ്കാറ്റും തിരമാലയുമാണ്. ഈ സമയത്ത് ഇവിടെ ആരും വരില്ല. ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെ ആരും ഉപദ്രവിക്കില്ല എന്നിവള് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ധൈര്യത്തിന് വേണ്ടി. പക്ഷെ ആ സമയത്ത് ആരോ ഈ ബാത്റൂമിലേക്ക് കയറി വന്നിരിക്കുന്നു. ഒരു ബോട്ടിന്റെ ശബ്ദം അവൾക്ക് കേൾക്കാം. ഉടനെ ഇവളുടെ ഫോണിൽ മറ്റൊരു മെസ്സേജും കൂടെ ലഭിക്കുകയാണ്. എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നുണ്ട്, നിന്റെ ഡാനി. ഈ മെസ്സേജ് കണ്ട ഉടനെ പെണ്ണ് പേടിച്ച് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരാതെ ബാത്റൂം വിൻഡോ വഴി ആ ബിൽഡിങ്ങിന്റെ വെളിയിലേക്ക് ചാടും. അവളുടെ കാമുകൻ ഇവളെ പിന്തുടരുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പെണ്ണ് പേടിച്ചോടി രക്ഷപ്പെടാൻ നോക്കുക. പക്ഷെ മുന്നിൽ ഒരു ആൺരൂപം. അതിനെ കണ്ടവൾ പല വഴി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഒരു സ്ഥലത്തെത്തുമ്പോൾ കാല് കമ്പെ തട്ടി ഒരു വേലിയിലേക്ക് ഇവൾ അടിച്ചു വീഴുന്നുണ്ട്. എന്നാൽ ആ വേലിയുടെ അപ്പുറം വലിയൊരു ചെരുവാണ്. കടലിനോട് ചേർന്നുള്ളൊരു ചെരുവ്. അതിലൂടെ ഇവൾ തെറിച്ചുരുണ്ട് താഴേക്ക് വീഴും. ഒരുപാട് പാറക്കെട്ടൊക്കെയുള്ള സ്ഥലമാണ്. കാലിനും കൈക്കും സാരമായ പരിക്ക് പറ്റുന്നുണ്ട്. അപ്പോഴായിരിക്കും 2 ആണുങ്ങൾ ഇവളെ തേടി ഇവളെ പിടിക്കാൻ വേണ്ടി ആ ചെരുവിലൂടെ താഴത്തേക്ക് ഇറങ്ങി വരുന്ന പെണ്ണ് കാണാം. ഇവള് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പിറകിലേക്ക് നിരങ്ങി ഊർന്നു പോവുക. അപ്പൊ ഇവളുടെ തൊട്ട് പുറകിലായി ഒരു ഡെഡ് ബോഡി കിടക്കുന്ന പെണ്ണ് കാണും. ആദ്യം അവള് പേടിക്കുമെങ്കിലും തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ആ ഡെഡ് ബോഡിക്കൊപ്പം ഇവളും ചേർന്ന് കിടക്കുകയാണ്. ആ പിടിക്കാൻ വന്ന 2 പയ്യന്മാരെ നോക്കുമ്പോൾ അവരിൽ ആരും ഇവളുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നില്ല. അത് ആ ബാറിൽ വെച്ച് കണ്ട 2 പൂവാലൻ ചെറുക്കന്മാരായിരുന്നു. അവരവിടെ നിന്ന് വിളിച്ചു പോകുന്നുണ്ട്, ഞങ്ങൾ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി ഓടിച്ചതാ, പേടിക്കാതെ, നീ എവിടെ പോയിരിക്കുന്നു? തിരിച്ചുവായോ, നല്ല കൊടുങ്കാറ്റുണ്ട്, അപകടത്തിൽപ്പെടും എന്നവർ പറയാണ്. അവർക്ക് ഇവളെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ആ പയ്യന്മാരത്ര നല്ലവരല്ല എന്ന് അവരുടെ ചെയ്തി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇവന്മാര് കുറെ തപ്പി നോക്കിയിട്ട് പെണ്ണിനെ കിട്ടാത്തതുകൊണ്ട് തിരിച്ചു പോകാൻ തീരുമാനിക്കും. അപ്പൊ അതിലൊരുത്തൻ പെണ്ണിനെന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. മറ്റവൻ പറയും, നീ അവളുടെ ഓട്ടം കണ്ടതല്ലേ, അവൾക്ക് അങ്ങനെ അപകടമൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, ഏതെങ്കിലും വഴി കയറി തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ടാവും, നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഇവർ തിരിഞ്ഞു പോകുന്നു. നമ്മുടെ പെൺകുട്ടി നോക്കുമ്പോൾ അവളുടെ മൊബൈൽ ഫോൺ കുറച്ച് ദൂരെയാണ് കിടക്കുന്നത്. ഇവന്മാർ
ഇവന്മാര് കണ്ടാലോന്ന് വെച്ചിട്ട് അതെടുക്കാതെ ഇവള് പിറകിലേക്ക് നിരങ്ങി ഇവരെ കണ്ണീപ്പെടാതെ തിരിച്ച് താൻ താമസിക്കുന്ന വീട്ടിലേക്ക് ഓടിപ്പോവാണ്. അകത്ത് ചെന്ന് തനിക്കറിയാവുന്ന ആരെയെങ്കിലും ഫോൺ വിളിക്കാൻ ഇവള് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഫോൺ ലൈൻ എല്ലാം കട്ടായിരിക്കും, ആർക്കും കോള് പോകുന്നില്ല. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ അടുത്തത് നമ്മുടെ ഹീറോനെയാണ് കാണിക്കുന്നത്. ഹീറോനെ ഇപ്പം ഏതോ ഒരു വക്കീല് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. സംഭവം ഹീറോ വഴി വെച്ച് കണ്ട ഒരു വഴിപോക്കന്റെ മോന്തയൊക്കെ ഇടിച്ച് പരത്തിയിട്ടുണ്ട്. അതെന്തിനാ ചെയ്തതെന്ന് വക്കീലന്മാര് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ചെറിയ കോടതിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഹീറോ പറയും അയാൾ ഗർഭിണിയായ ഒരു പട്ടി ഉപദ്രവിക്കുന്ന കണ്ടു. അത് കണ്ടപ്പോൾ ദേഷ്യം വന്ന് ഞാൻ അയാളെ തടഞ്ഞതാ. ആ തടയുന്ന മൽപ്പിടുത്തത്തിൽ പുള്ളിക്കാരൻ മോന്തയിടിച്ച് നിലത്ത് വീണു, അതുകൊണ്ടാണ് പരുക്ക് പറ്റിയെന്ന്. എന്നാൽ ഹീറോ പച്ചക്കള്ളാണ് പറയുന്നത്. ആ പട്ടി ഈ അടികൊണ്ട മനുഷ്യൻ്റേത് തന്നെയാണ്, അത് ഗർഭിണിയുമല്ല. മറ്റാരോടോ ഉള്ള ദേഷ്യം ഹീറോ ഈ മനുഷ്യനോട് തീർത്തതായിരുന്നു. എന്താണ് സത്യമെന്ന് അവർ തുറന്നു പറയാൻ നിർബന്ധിക്കുകയാണ് ആ വക്കീല് ചേച്ചി. ഹീറോ അപ്പം സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. അന്നേ ദിവസം തൻ്റെ മകളുമായി ഹീറോ ഒരു കൂടിക്കാഴ്ച നടത്തി. ഇവര് ഭാര്യാഭർത്താവ് പിരിഞ്ഞു കഴിഞ്ഞ് മകൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഹീറോ കണ്ടുമുട്ടാറുള്ളൂ. ഭാര്യയാണെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു. ഇപ്പം മോള് പഴയതുപോലെ അപ്പനെ കാണാൻ വരുന്നില്ല, വിശേഷങ്ങളൊന്നും പറയുന്നില്ല. അവളുടെ അവസ്ഥ എന്താണെന്ന് പോലും അപ്പൻ അറിഞ്ഞൂടാ. അതിന്റെ ദേഷ്യം ഉണ്ടാവും അപ്പന്. എന്നാൽ മോൾക്കാണെങ്കിലോ അമ്മയും പുതിയ കെട്ടിയവനും കൂടെ എവിടെയോ ടൂർ പോയിരിക്കുക. ഈ സമയത്ത് അപ്പന് ജോലിയിൽ തിരക്കുമുണ്ട്. അതുകൊണ്ട് അപ്പൻ മോളോട് അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ ചെന്ന് താമസിക്കാനാണ് പറയുക. അത് മോൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നെ സ്നേഹിക്കാനാണെങ്കിൽ എൻ്റെ കൂടെ നിന്ന് സ്നേഹിക്കണം, അല്ലാതെ ഇൻസ്റ്റാൾമെന്റിന് ഇടയ്ക്കിടയ്ക്ക് വന്ന് സ്നേഹം തന്നിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ വിശേഷങ്ങളൊന്നും അറിയില്ല. ഇപ്പോഴും അപ്പൻ്റെ ജോലിയല്ലേ പ്രധാനം. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് അപ്പൻ മോൾക്കൊരു ഉമ്മയും കൊടുത്തിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകും. മോള് പോകുന്നത് ദേഷ്യത്തിലാണെന്ന് അപ്പനറിയാം. അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി തൻ്റെ സാഹചര്യം പറയാനും വേണ്ടിയിട്ട് ഹീറോ പുറകെ ചെല്ലുക. അവൾ അടുത്തേക്ക് എത്തുമ്പോഴേക്കും പെണ്ണിന്റെ മുന്നിലായ ഒരു വാൻ വന്ന് നിൽക്കുന്നു. വാൻ പോയി കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയെ കാണുന്നില്ല. അവൾ പെട്ടെന്ന് ഓടിപ്പോയി എന്നാണ് ഹീറോ വിചാരിക്കുക. എന്തായാലും ആ സങ്കടത്തിലും ദേഷ്യത്തിലും ഹീറോ തിരിഞ്ഞ് ജോലിക്ക് പോകുന്ന വഴിയാണ് ഈ കുടുംബത്തലയൻ ഒരു പട്ടിയെ ഉപദ്രവിക്കുന്നത് കണ്ടത്. അത് കണ്ട ഉടനെ ഹീറോയ്ക്ക് ദേഷ്യം വന്ന് അവന്റെ മോന്ത ഇടിച്ച് പരത്തുമായിരുന്നു. ഇനി പ്രസന്റിലേക്ക് വന്നാൽ എന്താണ് ഇടിക്കാനുണ്ടായ കാരണം, അന്ന് നിങ്ങൾ മറ്റാരോടെങ്കിലും ദേഷ്യത്തിലായിരുന്നോ എന്ന് വക്കീൽ ആരാഞ്ഞ് ചോദിക്കുകയാണ്. എന്നാൽ ഹീറോ രക്ഷപ്പെടാൻ വേണ്ടി പറയും, ഇല്ല, എനിക്കന്ന് മറ്റാരോടും ദേഷ്യം ഉണ്ടായിരുന്നില്ല, പട്ടിയെ ഉപദ്രവിക്കുന്ന കണ്ടപ്പം ഞാൻ തടഞ്ഞതാണ്, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ കേസ് ഒരു ടൈ ആയിട്ട് നിന്ന് ഹീറോ ഇപ്രാവശ്യം അവർ ജാമ്യത്തിൽ വിടുന്നു. ഹീറോ നേരെ തന്റെ ജോലി സ്ഥലത്തേക്ക് വരികയാണ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. നേരത്തെ പറഞ്ഞതുപോലെ പോലീസിന് വേണ്ടി ഓട്ടോപ്സി ചെയ്യുന്നതാണ് അങ്ങേരുടെ പ്രധാനപ്പെട്ട ജോലി. നാട്ടിലെ തന്നെ പേര് കേട്ടൊരു ഡോക്ടറാണ്. ഇപ്പൊ തെരുവിൽ നിന്നും ഒരു ഡെഡ് ബോഡി പോലീസുകാർക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. അത് അവർ മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ ബോഡിയിൽ ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ഹീറോ തന്നെ ആ ബോഡി പരിശോധിക്കണമെന്നാണ് പോലീസുകാർ പറഞ്ഞിരിക്കുന്നത്. ഫോർമൽ ചെക്കിങ്ങിൽ തന്നെ 2 കാര്യങ്ങൾ വളരെ സ്ട്രേഞ്ച് ആണ്. സംഭവം, ഈ സ്ത്രീയുടെ പല്ലും മോണയും ആരോ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം കൈപ്പത്തിയും വെട്ടിമാറ്റിയിരിക്കുന്നു. ഇതെന്തുകൊണ്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഹീറോ പറയും ഈ സ്ത്രീയുടെ ഐഡന്റിറ്റി മറയ്ക്കാൻ വേണ്ടി ഏതോ ഒരു കില്ലർ ആയിരിക്കണം ഇത് ചെയ്തിട്ടുണ്ടാവുക. ഇതിനെക്കുറിച്ച് അറിയുന്ന ആരോ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് CT സ്കാൻ കൂടെ പരിശോധിക്കാമെന്ന് പറഞ്ഞ് ഇവർ CT സ്കാനിൽ ചെക്ക് ചെയ്യുമ്പോൾ ബോഡിയിലെ മറ്റ് സ്ഥലങ്ങളിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ തലയ്ക്കകത്ത് എന്തോ അസാധാരണമായ ഒരു വസ്തു ഉള്ളതായിട്ട് സ്കാനിങ്ങിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ആ സമയത്തായിരിക്കും ഒരു പുതിയ ഇന്ത്യൻ അങ്ങോട്ട് വരുന്ന ഒരു പുതിയ പയ്യൻ. ജോലിയൊക്കെ പഠിക്കാൻ വേണ്ടി ഇന്റേൺഷിപ്പ് ചെയ്യാൻ വരില്ലേ, അങ്ങനൊരു പയ്യൻ ഈ മോർച്ചറിയിലേക്ക് വരുന്നു. ഡിപ്പാർട്ട്മെന്റാണ് അവനെ പറഞ്ഞുവിട്ടിരിക്കുന്നത്. പയ്യനെ കണ്ടാൽ തന്നെ അറിയാം ലേശം പൊട്ടനാണെന്ന്. മോർച്ചറിയിൽ വന്നിട്ട് ആരും കൈയൊന്നും കൊടുക്കാറില്ല. എന്നാലും പുള്ളിക്കാരൻ ഭയഭക്തി ബഹുമാനത്തോടെ ഹീറോയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. ഒരു മൂലയ്ക്ക് ഇരുന്നോട്ടെ എന്ന് ഹീറോയും വിചാരിക്കും. എന്നാൽ അവൻ ഈ ബോഡി കിടക്കുന്ന അവസ്ഥ കണ്ടിട്ട് ഓക്കാനം വരികയും തല ചുറ്റാൻ തുടങ്ങുകയും ചെയ്യും. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആൾ പേടിച്ചിട്ട് എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവിടെ ഇങ്ങനെ സൈലന്റ് ആയിരിക്കുന്നത് എന്തോ പോലെ, ഒരു പാട്ട് വെച്ചിരുന്നെങ്കിൽ തരക്കേടില്ല എന്ന് പറയും. ഹീറോ അപ്പോൾ പാട്ടല്ലേ, അത് ഏർപ്പാടാക്കാൻ ഞാൻ ആശുപത്രിയിൽ പറയുന്നുണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് ഈ തലയൊന്ന് എക്സാമിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹീറോ ഓപ്പൺ ചെയ്ത ഹെഡ്, അതിനകത്ത് പാർട്സ് ഒക്കെ ഇങ്ങനെ ഞോണ്ടി നോക്കുക. ആ സമയത്ത് ഈ ഇന്ത്യയുടെ കണ്ണട ബോഡിയിലേക്ക് വീഴും. അവൻ ആള് നെർവസ് ആയിട്ടാണ്. തിരിച്ചവനതെടുത്ത് കണ്ണി വയ്ക്കാൻ നേരം ഹീറോ, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് നിനക്കും പടരും, കണ്ണി വയ്ക്കണ്ട, ചെന്ന് കഴുകിയിട്ട് കണ്ണി വെച്ചാൽ മതി, മറ്റൊരു ജോലി ഞാൻ നിനക്ക് തരാം. ഈ ബോഡി പരിശോധിക്കാൻ വേണ്ടി കാർഡിയോവേഷൻ മെഷീൻ എനിക്ക് വേണം. 2nd ഫ്ലോറിൽ ചെന്ന് പ്രൊഫസർ സ്റ്റോമിനോട് ചോദിക്കുക, അദ്ദേഹം അത് തരും, കാർഡിയോവേഷൻ മെഷീൻ ഡെഡ് ബോഡി പരിശോധിക്കാൻ വേണ്ടി. അങ്ങനെ പറഞ്ഞാൽ മതി, പോയിട്ട് വാന്നും പറഞ്ഞ് ഹീറോ ആ ചെറുക്കനെ പറഞ്ഞു വിടുക. അത് കഴിഞ്ഞിട്ട് കൂടെയുള്ളവരോട് പറയും, ആ മണ്ടം പോയി അത് അന്വേഷിച്ചിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഈ ജോലി ചെയ്ത് തീർക്കാം, അവൻ വന്ന വലിയ ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെ തല ഓപ്പറേറ്റ് ചെയ്ത് അതിനകത്ത് അസാധാരണമായിട്ടുണ്ടായിരുന്ന ഒരു ക്യാപ്സൂൾ അത് ഹീറോ പുറത്തേക്ക് എടുക്കുകയാണ്. ഈ സമയത്ത് ആ ഇന്ത്യൻ ചെന്ന് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മുറിയിലെ പ്രൊഫസറോട്, സർ, താഴത്തെ ഡോക്ടർ ഡെഡ് ബോഡി പരിശോധിക്കാൻ വേണ്ടി കാർഡിയോവേഷൻ മെഷീൻ ചോദിച്ചു, എത്രയും പെട്ടെന്ന് കൊടുത്തുവിടണം, അത് വാങ്ങിക്കാനാണ് ഞാൻ വന്നിരിക്കണമെന്ന് പറയും. ഇത് കേട്ടുടനെ ആ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം പടച്ചിരിക്കുകയാണ്. സംഭവം ഈ കാർഡിയോവേഷൻ മെഷീൻ എന്ന് പറഞ്ഞാൽ ഹൃദയമിടിപ്പ് നേരെയാക്കാനുള്ള മെഷീനാണ്. അതാണ് മരിച്ച ഡെഡ് ബോഡിക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യൻ ചോദിക്കുന്നു. ഇത് പറഞ്ഞ് ഡോക്ടർ അയാളെ കളിയാക്കും. ബാക്കിയുള്ള കുട്ടികളും ചിരിക്കുന്നു.
നമ്മുടെ ഇന്ത്യന് വലിയ നാണക്കേടായിപ്പോയി. എന്തായാലും ഈ സമയത്ത് ഹീറോ ആ തലയ്ക്കകത്തു നിന്നും കിട്ടിയ ക്യാപ്സൂൾ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു എഴുത്ത് കാണും. മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ മാത്രമേ അത് വായിക്കാൻ പറ്റുള്ളൂ. അത്രയും ചെറിയ എഴുത്താ. ഇയാളത് വായിച്ചു നോക്കുമ്പോൾ തന്റെ മകളുടെ പേരും ഒരു മൊബൈൽ നമ്പറും കാണാം. ഡോക്ടർ ഞെട്ടിപ്പോവും. തന്റെ മകളുടെ പേര് തന്നെയാണോ അത്? അങ്ങേരാകെ വിറയ്ക്കാണ്. ഒരു നിമിഷം ആരോടൊന്നും പറയില്ല. ഈ നമ്പർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് ചെന്ന് ആ കിട്ടിയ എഴുത്തിലെ നമ്പർ മൊബൈൽ ഫോണിൽ അടിച്ചു നോക്കും. അത് മകളുടെ നമ്പർ തന്നെയാണ്. പേടികൊണ്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ തെറിച്ചു പോകുന്നു. വീണ്ടും അത് അയാൾ എടുത്തിട്ട് ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കും. അപ്പൊ മോള് കരഞ്ഞോണ്ട് പറയാണ്, അച്ഛാ എനിക്ക് പേടിയാവുന്നു, എന്നെ സഹായിക്കൂ, എന്നെ അവൻ കൊന്നുകളയും. അവൻ പറയുന്നത് പോലെ അച്ഛൻ അനുസരിച്ചില്ലെങ്കിൽ അവൻ എന്നെ കൊന്നുകളയും. അച്ഛൻ അവര് വാച്ച് ചെയ്യുന്നുണ്ട്. അച്ഛൻ ഈ കാര്യം പോലീസുകാരോടോ മറ്റുള്ളവരോടോ പറയരുത്. എറിക്കിന് വേണ്ടി കാത്തിരിക്കോ. കൂടുതൽ വിവരങ്ങൾ എറിക്കിലൂടെ അറിയും. ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചാൽ മതി. ഇതും പറഞ്ഞ് കോള് കട്ടാവുന്നു. ഹീറോ ആകെ തരിച്ച് വിറച്ചിരിക്കുക. അപ്പോഴായിരിക്കും കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു ഡോക്ടർ ഹീറോയെ അന്വേഷിച്ച് ബാത്റൂമിലേക്ക് വരുന്നു. അങ്ങേര് ഹീറോയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കും. ഹീറോ ഇല്ല, ഒന്നും പറ്റിയിട്ടില്ല, ഒന്ന് തല കറങ്ങുന്ന പോലെയുണ്ട്, ഞാൻ ഇന്ന് ലീവ് എടുക്കുകയാണ് എന്ന് പറയാം. അപ്പൊ ആ ഡോക്ടർ ചോദിക്കും, താൻ ആ ക്യാപ്സൂൾ തുറന്നു നോക്കിയോ, അതിൽ നിന്നും എന്തെങ്കിലും കിട്ടിയോന്ന്? അതിന് ഹീറോ ഇല്ല, അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല, അത് എംപ്റ്റി ആയിരുന്നു എന്ന് മറുപടി പറയാണ്. ഈ സമയത്ത് കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയ പെൺകുട്ടിയെ ആ സൈക്കോ ഏതോ ഒരു മുറിയിൽ അടച്ചു വെച്ചിരിക്കുന്നു. രക്ഷപ്പെടാൻ പറ്റില്ല. ആ മുറിക്ക് ചുറ്റും മുൾക്കമ്പികൾ ചുറ്റിവെച്ചിട്ടുണ്ട്. ഈ സൈക്കോ ഒരു ക്യാമറയുമായി ആ മുറിയിലേക്ക് വീണ്ടും വരും. അവൻ എന്താ ചെയ്യാൻ പോണേന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലായി. കാരണം ഇതിനു മുന്നേയും അവൻ ക്യാമറയുമായി കടന്നു വന്ന് അവൾ ഒരുപാട് തവണ പീഡിപ്പിച്ചിട്ടുണ്ട്. നീ പേടിക്കണ്ട, എനിക്ക് മാരക രോഗങ്ങളൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ആ സൈക്കോ വീണ്ടും ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ഹീറോയിൻ അവള് ബീച്ചിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നാണല്ലോ. പിറ്റേ ദിവസം രാവിലെ കുളിച്ചിട്ട് ഈ ബീച്ചിൽ ആൾക്കാരൊന്നുമില്ലാന്ന് മനസ്സിലാക്കി തന്റെ കളഞ്ഞുപോയ മൊബൈലും ബാഗും എടുക്കാൻ വേണ്ടി അവൾ തിരിച്ചു വരും. മൊബൈല് പരിശോധിക്കുമ്പോൾ അതിലെ ചാർജ് തീർന്നിരിക്കുന്നു. ഇവൾ അതെടുത്ത് തിരിച്ചു പോവാണ്. പോകുന്ന വഴിയെ ഈ തീരത്ത് കിടക്കുന്ന ഡെഡ് ബോഡിയില്ലേ, അതിനകത്ത് നിന്ന് ഒരു മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കാം. ഇവൾ എന്തായാലും ഒന്ന് നോക്കിക്കളയാം. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ പുള്ളി മരിച്ചു പോയിന്ന് പറയാന്ന് വെച്ചിട്ട് അയാളുടെ പോക്കറ്റ് പരിശോധിച്ച് മൊബൈൽ ഫോൺ പുറത്തെടുക്കും. ഈ സമയത്ത് ഇവിടെ ഹീറോ തന്റെ മോളെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങേര് മോൾക്ക് വിളിക്കുമ്പോൾ കേൾക്കുന്നത് നേരത്തെ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്ന മോളുടെ കരച്ചിൽ ശബ്ദം മാത്രമാണ്. ഇപ്പൊ ടൂറ് പോയിരിക്കുന്ന ഭാര്യയെ വിളിച്ച് മോൾ എന്തെങ്കിലും വിവരങ്ങൾ പറഞ്ഞിരുന്നോ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഹീറോ മോളെ നോക്കാത്തോണ്ട് ഹീറോയെ കുറ്റപ്പെടുത്തി സംസാരിക്കും. മോള് കാണാതായ വിവരം എന്തായാലും ഇപ്പൊ ഹീറോ ഭാര്യയോട് പറയുന്നില്ല. മൊബൈൽ എടുത്ത് വീണ്ടും മകളുടെ നമ്പറിലേക്ക് വിളിക്കുക. ആരോ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹീറോ ഉടനെ, എറിക്കാണോ ഇത്? നിങ്ങൾ എന്ത് ചോദിക്കുന്നോ അതെല്ലാം ഞാൻ തരാം. എന്റെ മകളെ വെറുതെ വിടണം. ഞാൻ പോലീസുകാരോട് പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ മോള് മാത്രം മതി. നിങ്ങൾക്ക് എന്റെ ജീവൻ വേണമെങ്കിൽ ഞാൻ തരാം. ഇതെല്ലാം ഹീറോ പറഞ്ഞു കഴിഞ്ഞിട്ടും ആരും മറുപടി പറയുന്നില്ല. ഉടനെ ദേഷ്യം വന്ന ഹീറോ, എന്റെ മോളെ ദേഹത്ത് നിന്റെ ചൂണ്ടുവിരൽ തട്ടിയാൽ നിന്നെ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ കൊന്നുകളയും. ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാടാ നാറി, നിന്നെ കൊല്ലൂടാന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിക്കുക. ഉടനെ കോള് കട്ടാവുന്നു. ഹീറോ കരഞ്ഞുകൊണ്ട് വീണ്ടും വിളിച്ചിട്ട്, ഐ എം സോറി, മകള് നഷ്ടപ്പെട്ട വേദനയിൽ ഞാൻ പറഞ്ഞതാ, എന്നോട് പുറത്ത് നിങ്ങളുടെ ആവശ്യം പറയൂ, ഞാനത് സാധിച്ചു തരാം. ഇത് കേട്ടിട്ട് എതിർഭാഗത്തുണ്ടായിരുന്ന ഹീറോയിനാണ് മറുപടി പറയുന്നത്. അവൾ ഫോണിൽ കൂടെ പറയും, നിങ്ങൾ അന്വേഷിക്കുന്ന എറുക്ക് മരണപ്പെട്ടിരിക്കുന്നു. എറുക്കിന്റെ ബോഡിയിൽ നിന്നുമാണ് ഞാൻ ഈ ഫോൺ എടുത്ത് സംസാരിക്കുന്നത്. സോ ഹീറോയുടെ മകളുടെ ഫോണ് ഏതോ ഒരു ഡെഡ് ബോഡിയിലാണ് ഇതുവരയ്ക്കും കിടന്നുകൊണ്ടിരുന്നത്. എവിടെയാണ് ആ ബോഡി കിടക്കണേന്ന് ഹീറോയിൻ, അതായത് ലിൻഡ, ഹീറോയോട് പറഞ്ഞു കൊടുക്കും. ഹെലിഗോലാൻഡ് ഐലൻഡിലാണ് ഈ ബോഡി കിടക്കുന്നത്. ഞാൻ ബീച്ചിലൂടെ നടക്കുമ്പോൾ കണ്ടതാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് വീണ്ടും സൈക്കോയുടെ അടുത്തേക്ക് എത്തുന്നു. ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ച് കഴിഞ്ഞിട്ട് സൈക്കോ, എന്റെ സ്നേഹം നിനക്ക് സന്തോഷം തരുന്നില്ലേ, അനുഭൂതിയായില്ലേ, പറയടി, ഇത് സുഖമായിരുന്നില്ലേ എന്ന് ചോദിച്ച് അവളെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. പെണ്ണ് പ്രാണഭയത്തോടെ അതെ സുഖമായിരുന്നു എന്ന് പറയും. അപ്പൊ ഈ സൈക്കോ ചിരിച്ചുകൊണ്ട് പോയിട്ട് ഒരു കത്തിയെടുത്ത് നിനക്ക് ഞാൻ ചേലാകർമ്മം ചെയ്തുതരാമെന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോവാണ്. പെണ്ണ് കരഞ്ഞുകൊണ്ട് കേഴും. എന്നാൽ അവൻ പേടിപ്പിച്ച് അടുത്ത് ചെന്ന് അവളെ കെട്ടിവെച്ചിരുന്ന കയർ അറുത്തുകളയും. എന്നിട്ട് അവളോട്, ഞാൻ ഇപ്പോൾ പോകുന്നു, പക്ഷെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. ഇനി നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ, അത് ഞാൻ തന്നിട്ട് പോവാണ്. ഞാൻ തിരിച്ചു വന്നാൽ നിന്നെന്താ ചെയ്യാൻ നിനക്കറിയാലോ, അത് വേണ്ടെങ്കിൽ നീ ഈ തീരുമാനം എടുത്തോളൂ എന്നും പറഞ്ഞ് ഒരു പെട്ടി ഈ പെൺകുട്ടിയുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തിട്ട് അവൻ ഇറങ്ങിപ്പോകും. വീണ്ടും ഹീറോയിന്റെ അടുത്തേക്ക് വന്നാൽ ആ ദ്വീപിലെ കാലാവസ്ഥ മോശമാണെന്ന് ലിൻഡ ഹീറോയോട് പറയും. എന്നിട്ട് അവൾ ആ ബോഡി കണ്ട കാര്യം പോലീസിനെ അറിയിക്കാൻ പോവാണ് എന്നും കൂടെ പറയും. അത് കേട്ടുടനെ ഹീറോ, ദയവ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ ആ കാര്യം പോലീസിനെ അറിയിക്കരുത്. കാരണം എന്റെ മകളുടെ ജീവനുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താം. ഞാനൊരു ഡോക്ടറാണ്, പോലീസിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കോളാം. അപ്പൊ ലിൻഡ പറയും, ഇവിടെ കൊടുങ്കാറ്റടിച്ച് കടലൊക്കെ തിളച്ചു മറിയുക, അതുകൊണ്ട് വിമാനമോ കപ്പലോ
ഈ ഐലൻഡിലേക്ക് വരവ് നിർത്തി. ഞങ്ങൾ ആകെ മൊത്തം കട്ട് ഓഫ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അത് മനസ്സിലാക്കൂ. മറ്റെന്തെങ്കിലും വഴി പറയൂ. ഇത് കേട്ട ഹീറോ, ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കോളാം, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അതിനുള്ള വഴി കണ്ടുപിടിക്കാം. ഇതും പറഞ്ഞ് അങ്ങേര് ആശുപത്രിയുടെ വെളിയിലേക്ക് വരുമ്പോൾ കുറച്ചു മുന്നേ അപമാനിച്ചു വിട്ട ആ ഇന്ത്യൻ അയാൾ കാറുമായി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്നു. ഹീറോയെ കാണുമ്പോൾ സാർ ഞാൻ നിങ്ങൾക്ക് ലിഫ്റ്റ് തന്നോട്ടെ എന്ന് ചോദിക്കും. എന്നാൽ ഹീറോ വേണ്ട, ഞാനൊരു ടാക്സി എടുത്ത് പോയിക്കോളാം എന്ന് പറയാണ്. എന്നാലും പുള്ളിക്കാരൻ പോകുന്നില്ല. ഈ നേരത്ത് ഹീറോ ലിൻഡയോട് ആ തീരത്ത് കിടക്കുന്ന ബോഡി ഒന്നുകൂടെ പരിശോധിക്കാൻ പറയും. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകളെ കണ്ടുപിടിക്കാനുള്ള മെസ്സേജ് ഈ എറിക്കിൽ നിന്നുമാണ് ലഭിക്കുക എന്നാണ് കണ്ടിരുന്നത്. സോ എറിക്കിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും തുമ്പുണ്ടാവും, അതൊന്ന് പരിശോധിച്ച് നോക്കാൻ പറയും. ഹീറോയ്ക്ക് കിട്ടിയ ആദ്യത്തെ ബോഡിയിൽ ആ ബോഡിയുടെ തലയ്ക്കകത്ത് നിന്നാണ് മകള് കാണാതായ വിവരം കിട്ടിയത്. അതുപോലെ ഈ ബോഡിയിലും ഉണ്ടാവുമെന്ന് ഹീറോ പറയും. ഈ നേരം നമ്മുടെ ഇന്ത്യൻ അയാളെ വീണ്ടും വീണ്ടും ഹീറോയെ വിളിച്ച് നിർബന്ധിക്കുന്നു. സാർ ഞാൻ കൊണ്ടുപോയി വിടാം, വരൂ. ഈ സമയത്ത് ടാക്സി കിട്ടില്ല, ഞാൻ ആ വഴിയാണ് പോകുന്നത്, നിങ്ങളെ കൊണ്ടുപോയി വിടാൻ വരൂ. ഹീറോ അപ്പോൾ ഒരു നിമിഷം വെയിറ്റ് ചെയ്യാൻ പറയും പുള്ളിക്കാരനോട്. എന്നിട്ട് ലിൻഡ പരിശോധിച്ച് നോക്കുന്നത് വരെ കാത്തിരിക്കുക. ലിൻഡ ചെക്ക് ചെയ്തിട്ട് പറയും ഒന്നും കിട്ടിയിട്ടില്ല സാർ, ആ ബോഡിയിൽ മറ്റൊന്നുമില്ല. അപ്പൊ ഹീറോ, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ആ ദ്വീപിലുള്ള കുറച്ച് പേരെ അറിയാം. അവിടുത്തെ കൗൺസിലറായ എൻഡർ മുള്ളർ, ആ പയ്യനെ എനിക്കറിയാം. ഈ എൻഡർ മുള്ളറെ കണ്ടിട്ട് നിങ്ങൾ ആ ബോഡി എത്രയും പെട്ടെന്ന് അവിടുത്തെ മോർച്ചറിയിലേക്ക് എത്തിക്കണം. ഞാനത് അയാളെയും വിളിച്ചു പറയാം. നിങ്ങൾ ചെന്ന് പുള്ളിക്കാരനെ കണ്ടുമുട്ടൂ, ഞാൻ അവിടെ എത്തിക്കോളാന്നും പറഞ്ഞ് ഹീറോ ഈ ഇന്ത്യന്റെ കാറിനകത്ത് കയറുകയാണ്. ഈ ബോഡി കിട്ടിയ കാര്യം നാട്ടിലുള്ള വേറെ ആരെയും അറിയിക്കാൻ പാടില്ല എന്നും കൂടെ ഹീറോ പറയുന്നുണ്ട്. കാറിൽ കയറിയിട്ട് ഇന്ത്യനോട് എങ്ങനെയെങ്കിലും എനിക്ക് ഹെലിഗോ ലാൻഡിലേക്ക് പോകണം, അതിനു മുന്നേ വീട്ടിലേക്ക് ചെല്ലണം, എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറയും. അങ്ങനെ ഹീറോ ആദ്യം ഇന്ത്യനെയും വിളിച്ച് അങ്ങേരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് ഹീറോ പറഞ്ഞ കൗൺസിലറല്ലേ എൻഡർ, പുള്ളിക്കാരൻ ഏതോ ഒരു ക്ലബ്ബിൽ കൂട്ടുകാരുമൊത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാവും. അപ്പോഴായിരിക്കും ഹീറോ എൻഡറെ വിളിച്ച് ഒരു പെൺകുട്ടി വരും, അവൾ ചില കാര്യങ്ങൾ നിന്നോട് പറയും. ആരും അറിയാതെ ഇപ്പോൾ ഒരു ഓട്ടോപ്സി നടത്തേണ്ടതുണ്ട്, അവിടെ ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. പുള്ളിക്കാരൻ പറയും ഇവിടുത്തെ ഡോക്ടർമാരെല്ലാം തിരിച്ച് നാട്ടിലേക്ക് പോയി, ഇനി ഇങ്ങോട്ട് വരാൻ ഈ കൊടുങ്കാറ്റ് കഴിഞ്ഞേ സാധിക്കുകയുള്ളൂ, അതുവരെ കാത്തിരിക്കണം എന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ ലിൻഡ ആ ക്ലബ്ബിലേക്ക് എത്തിക്കഴിഞ്ഞു. പുള്ളിക്കാരി ഇവിടെ ആരാണ് എൻഡർ, എനിക്ക് അങ്ങേരോട് സംസാരിക്കണം എന്ന് പറയും. അപ്പൊ എൻഡർ വന്ന് ഹീറോയിനെ പരിചയപ്പെടുന്നു. ഇവർ രണ്ടുപേരും കൂടെ ആ ബോഡി എടുക്കാൻ വേണ്ടി ചെറിയൊരു മിനി ഡോറും എടുത്ത് നേരെ ബീച്ചിലേക്ക് ചെല്ലുകയാണ്. ഈ കാര്യം നാട്ടിലുള്ള ആരെയും അവരറിയിച്ചിട്ടില്ല. ബോഡി എടുക്കാൻ നേരം ഈ എൻഡർ പറയുന്നുണ്ട് ബോഡി ആശുപത്രിയിലേക്ക് എത്തിക്കാനാണ് പോള് പറഞ്ഞിരിക്കുന്നത്, അതായത് ഹീറോ. എന്നാൽ എത്തിച്ചു കഴിഞ്ഞ് പുള്ളിക്കാരൻ വന്നിട്ടേ ഓട്ടോപ്സി നടക്കൂ. പുള്ളിക്കാരൻ എങ്ങനെയാണ് ഇവിടെ എത്തുക, ഒരു ഐഡിയ ഇല്ല. ഇതൊക്കെ നടക്കുകയാണാവോ? എന്തായാലും എന്നോട് പറഞ്ഞ കാര്യം ചെയ്യാം, നമുക്ക് ഈ ബോഡി അവിടെ എത്തിക്കാമെന്നും പറഞ്ഞ് ഇവരത് എടുത്തുകൊണ്ട് പോകുന്നു. ഈ സമയത്ത് ഹീറോ വീട്ടിലേക്ക് വന്ന് ഓട്ടോപ്സി ചെയ്യാനുള്ള ആയുധങ്ങളൊക്കെ എടുത്തു വെച്ച് ഒരു ബാഗിലാക്കി നേരെ ഇന്ത്യയുടെ കാറിനകത്ത് കയറുക. അവർ എയർപോർട്ടിലേക്ക് ചെല്ലും. ഈ നേരം ലിൻഡയും എൻഡറും കൂടെ ആ ദ്വീപിലുള്ള ഏതോ ഒരു ആശുപത്രിയിലേക്ക് ഈ ബോഡി കൊണ്ടുവരുന്നു. ആ ആശുപത്രിയിലെ മോർച്ചറി ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് ഉള്ളത്. ആ നാട്ടിലൊരു പക്ഷെ ബോഡികൾ സൂക്ഷിക്കാൻ പറ്റുന്ന സ്ഥലം അണ്ടർഗ്രൗണ്ട് ആയിരിക്കണം, എന്താണാവോ. എന്തായാലും ഇവർ ആ ബോഡി അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഹീറോയെ വിളിച്ച് പറയുകയും ചെയ്യും ഞാൻ ബോഡി എത്തിച്ചിട്ടുണ്ട്, ഇനി എൻ്റെ ജോലി കഴിഞ്ഞു, നിങ്ങൾ വന്ന് ഓട്ടോപ്സി ചെയ്താൽ മതി, ഞാൻ അതുവരെ ഈ കാര്യം മറ്റാരെയും അറിയിക്കില്ല. അപ്പൊ ഹീറോ, ഞാൻ അവിടെ എത്തുന്നതിൽ ഒരു കുഴപ്പമുണ്ട്, പെട്ടെന്നാകുമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ആ ബോഡി മറ്റാരെങ്കിലും ഉടനെ തന്നെ ഓട്ടോപ്സി ചെയ്യണം, നിന്നെക്കൊണ്ട് കഴിയുമോ എന്ന് ഹീറോ എൻഡറോട് ചോദിക്കും. എൻഡർ ആണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഛർദ്ദിക്കുന്ന അവസ്ഥയല്ല, എനിക്ക് കഴിയില്ല, മറ്റാരെങ്കിലും നോക്കണമെന്ന് ചോദിക്കുക. അപ്പൊ ഹീറോ ആ പെൺകുട്ടി എന്ത് ജോലി ചെയ്യണമെന്ന് ചോദിക്കാൻ പറയും. എൻഡർ ലിൻഡയോട് ചോദിക്കുകയാണ് നിന്റെ ജോലി എന്താണെന്ന്. ലിൻഡ പറയും അവളൊരു കാർട്ടൂണിസ്റ്റ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ അവളുടെ കൈകൾക്ക് വിറയലുണ്ടാവില്ല, എങ്കിൽ അവൾ തന്നെയാണ് ശരിയായ ആളെന്നും പറഞ്ഞ് ഹീറോ ഫോൺ അവളുടെ കൈ കൊടുക്കാൻ പറയും. ഫോൺ അവൾ വാങ്ങിച്ചു കഴിയുമ്പോൾ ഹീറോ, ലിൻഡ നീ പറഞ്ഞ് ശരിയാ, എനിക്ക് ഉടനെ അങ്ങോട്ട് എത്താൻ പറ്റുമെന്ന് സംശയമാണ്. ആ നാട്ടിലേക്ക് ഫ്ലൈറ്റുകളൊന്നും തന്നെയില്ല, ഇനി ഞാൻ വല്ല കപ്പലും കിട്ടുമെന്ന് നോക്കട്ടെ. എന്നാൽ കപ്പൽ പിടിച്ച് അങ്ങോട്ട് വരുമ്പോഴേക്കും ഒരുപാട് സമയം വൈകും. അതിനു മുന്നേ ആ ബോഡി പരിശോധിക്കേണ്ടതുണ്ട്, എന്നാലേ മോളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഓട്ടോപ്സി ചെയ്യാൻ ഏറ്റവും യോഗ്യതയുള്ളത് നിനക്കാ. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. അവിടെ വേണ്ട എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ ഉണ്ട്. ബോഡി എടുത്ത് ബേസിൻ ടേബിളിന് മുകളിൽ വയ്ക്കുക. ഞാൻ പറയുന്ന സ്ഥലം കട്ട് ചെയ്താൽ മതി. ഞാൻ ഓൺലൈനിൽ തന്നെ കാണും, ഓരോ ഇൻസ്ട്രക്ഷനായിട്ട് ഞാൻ തരാം, അതുപോലെ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല എന്ന് പറയും. ഇത് കേട്ട ഉടനെ ലിൻഡ, നിങ്ങൾക്കെന്താ പ്രാന്താണോ? ഞാൻ ബോഡി തൊട്ട് തന്നെ വലിയ കാര്യം, എനിക്കും ഡെഡ് ബോഡി ആയിട്ട് തീരെ ചേരില്ല. നിങ്ങൾ മോളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ഡെഡ് ബോഡി ചുമന്നുകൊണ്ടുവരാൻ ഞാൻ സഹായിച്ചത്. നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല. ഇതിൽ കൂടുതൽ സഹായമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇറങ്ങി പോവാണെന്നും പറഞ്ഞ് ഇവള് ഫോൺ കട്ട് ചെയ്യാൻ നിൽക്കും. അപ്പൊ ഹീറോ, ലിൻഡ ദയവേത് ഞാൻ പറയുന്നത് കേൾക്കണം, എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല. ഇപ്പോൾ നീ കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ മകൾ കടത്തപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു സ്ത്രീയുടെ തലയോട്ടിക്കകത്ത് നിന്നാണ്. ഇപ്പം ഇതാ വീണ്ടും ഒരു കൊലപാതകം കൂടെ. നമ്മുടെ മുന്നിലുള്ളത് ഒരു സീരിയൽ കില്ലറാണ്. അവൻ എത്ര പേരെ കൊന്നിട്ടുണ്ട്, ഇനി കൊല്ലും എന്നുള്ളത് നമുക്കറിയില്ല. എനിക്കിതിനോട് കൽപ്പിക്കാൻ പറ്റില്ല, യാചിക്കാനേ പറ്റുള്ളൂ. എൻ്റെ മകൾക്ക് വേണ്ടി ദയവ് ചെയ്ത് എന്നെ സഹായിക്കൂ. ഇത് കേൾക്കുമ്പോൾ ലിൻഡ പറയാണ് ഞാൻ വെജിറ്റേറിയനാ, ചിക്കൻ പോലും ഇതുവരെ കഴിച്ചിട്ടില്ല, അത് മുറിക്കാൻ എനിക്ക് പേടിയാണ്.
ഇമാതിരി ജോലികളൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. അതിന് ഹീറോ പറയും, പേടിക്കണ്ട, നിനക്ക് ആ ബോഡി തിന്നേണ്ടി വരില്ല, ഞാൻ പറയുന്ന പോലെ കട്ട് ചെയ്താൽ മതി. ഇവള് സമ്മതിക്കില്ല. പെട്ടെന്ന് ചാർജ് കയറുന്ന ഫോൺ കട്ടാവുകയും ചെയ്യും. ആ സമയത്ത് ഹീറോ എനിക്ക് എങ്ങനെയെങ്കിലും ഹെലിഗോലാൻഡിലേക്ക് പോകണം, എന്താ വഴിയെന്ന് ഇന്ത്യനോട് ചോദിക്കുകയാണ്. ഇവരെ കാറ് നടു റോഡിൽ കിടക്കുന്നതുകൊണ്ട് ആ വഴിയെ വന്ന മറ്റൊരു യാത്രക്കാരൻ വണ്ടി മാറ്റടാന്നും പറഞ്ഞ് ഇവരോട് വഴക്കടിക്കാൻ തുടങ്ങും. അപ്പൊ ഹീറോ ആണെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ചെല്ലണം, അത് ജീവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമെന്ന് പറയാണ്. ഈ കാറുകാരന്റെ ശല്യവും നടക്കുന്നുണ്ട്. ഉടനെ നമ്മുടെ ഇന്ത്യൻ ഒരു കൊത്ത് പണം എടുത്ത് മറ്റേ കാറുകാരനോടുത്ത് ഇനി ശല്യപ്പെടുത്തല്ലേ, ആ പണവും കൊണ്ട് വേറെ ഏതെങ്കിലും വഴിയിലൂടെ ചെല്ലാൻ പറയും. സോ ഈ ഇന്ത്യൻ നല്ല കാശുകാരനാണെന്ന് ഇപ്പൊ ഹീറോയ്ക്ക് മനസ്സിലായി. എന്നെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തിക്കാൻ പറ്റുമോ എന്ന് ഹീറോ ചോദിക്കുകയാണ്. ഇന്ത്യൻ പറയും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫെറി എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അതിന് കുറേ ദൂരം റോഡിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഇന്ത്യൻ ഇപ്പോൾ ഹീറോനെയും കൂട്ടി കാറിലൂടെ ദൂരെ എങ്ങോ ഉള്ള ഫെറിയിലേക്ക് യാത്രയാവാണ്. പോണ വഴിയെ ഹീറോ ലിൻഡയ്ക്ക് വീണ്ടും വിളിച്ച്, എന്നാ പിന്നെ നിനക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഓട്ടോപ്സി ചെയ്യേണ്ട, ആ ബോഡിയുടെ മേളിലുള്ള അവസ്ഥ മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാം, ദയവേത് അത് മാത്രം ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറയും. സോ വേറെ വഴിയില്ലാതെ ലിൻഡ സമ്മതിക്കുകയാണ്. ആ ബോഡി മാത്രം ചെക്ക് ചെയ്താൽ മതിയല്ലോ, നോക്കാമെന്നും പറഞ്ഞ് ഇവളതിനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കവർ അഴിച്ചു മാറ്റും. അപ്പൊ ഹീറോ ഓരോ ദിവസവും 1,50,000 പേരോളം മരിക്കുന്നുണ്ട്. മരണവും ഡെഡ് ബോഡിയും വലിയ കാര്യമായിട്ട് വിചാരിക്കേണ്ട. 100 ബില്യൺ ഹോമോസാപ്പിയൻസ് ഇതോടെ മരിച്ചു കഴിഞ്ഞു. അതിലൊരു ബോഡി മാത്രമാണിത്, ഒരു സാധാരണ ബോഡി. ചുമ്മാ തുറന്നു നോക്ക്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഇവള് തുറന്നു നോക്കുന്നു. ഈ ബോഡിയിൽ ടീഷർട്ടിലായിട്ട് എറിക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ദുർഗന്ധം ഉണ്ടാവും. ആ ബോഡിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ ലിൻഡ പറയാണ്, ഒരു 6-6.5 അടി പൊക്കം കാണും, 100 കിലോ ഭാരവും വരും, നഖമൊന്നും വെട്ടിയിട്ടില്ല, ഒരു ടീഷർട്ടും പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത്. ടീഷർട്ടിൽ എറിക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഹീറോ ആ ബോഡി എടുത്ത് ഓട്ടോപ്സി ടേബിളിൽ കിടത്തിയിട്ട് അതിൽ ഡ്രസ്സ് റിമൂവ് ചെയ്യാൻ പറയും. ആദ്യം അവൾ സമ്മതിക്കില്ല. ദയവേത് ആ ഡ്രസ്സ് മാത്രം ഒന്ന് റിമൂവ് ചെയ്ത് ബോഡി പരിശോധിക്കണം, എന്നാലേ എന്തെങ്കിലും ഉള്ളത് അറിയത്തുള്ളൂ, അത് മാത്രം ചെയ്യുമെന്ന് പറയാണ്. ഇവള് മനസ്സില്ലാ മനസ്സോടെ ബോഡി എടുത്ത് ടേബിളിൽ വെക്കും. അപ്പോൾ ഹീറോ പ്രത്യേകം പറയുന്നുണ്ട്, സ്കിൻ മോയ്സ്ചറിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം, അടർന്നു പോരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സ്കിൻ കെയർഫുൾ ആയിരിക്കണം എന്ന് പ്രത്യേകം പറയും. എന്നാൽ ഈ എൻ്റർ മണ്ടത്തരം കാണിച്ച് സ്കിന്നി പിടിച്ച് വലിക്കുക, ഒരു പീസ് ഇങ്ങനെ അടർന്നു പോരും. അവൻ ഓക്കാനം വന്ന് ഛർദിയും ബഹളമായി ഒരു മൂലയിൽ പോകുമ്പോൾ ഹീറോ ലിൻഡയോട് കത്രികയെടുത്ത് ഇയാളെ ശരീരത്തുള്ള ഡ്രസ്സെല്ലാം കട്ട് ചെയ്ത് മാറ്റാൻ പറയാം. ലിൻഡ ഹീറോ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. അപ്പൊ ഈ ബോഡിയിൽ ഏതോ ഒരു താക്കോൽ മാലയിൽ കോർത്ത് കഴുത്തിലിട്ടിട്ടുണ്ട്. അത് എന്തുദ്ദേശത്തോടെയാണെന്ന് അറിയില്ല. ഇനി മറ്റെന്തെങ്കിലും അടയാളങ്ങളുണ്ടോ നോക്കിയിട്ട് പറയാൻ പറയും. അപ്പർ ബോഡിയിൽ അങ്ങനെ ശ്രദ്ധിക്കുന്ന രീതിയിൽ മറ്റടയാളങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ലോവർ ബോഡി പാൻറ്റും കൂടെ അഴിച്ച് പരിശോധിക്കാൻ പറയാണ്. ലിൻഡ പറയും, ഞാനൊരു പെൺകുട്ടിയാണ്, ചെറുപ്രായമായിട്ടുള്ളൂ, ആണുങ്ങളുടെ പാൻറ് അഴിക്കാനും മാത്രം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഹീറോ ഇപ്പം അതൊരു ബോഡി ആയിട്ട് മാത്രം കണ്ടാൽ മതി, ആണായിട്ട് കാണണ്ട, വേണമെങ്കിൽ കുഞ്ഞായിട്ട് വിചാരിച്ചോ, തൽക്കാലം ആ പാൻറ് ഒന്ന് അഴിച്ചു മാറ്റുക, എന്നാലേ എന്തെങ്കിലും തുമ്പുകൾ കിട്ടുള്ളൂ എന്ന് പറയും. സോ വേറെ നിവൃത്തിയില്ലാതെ ലിൻഡ പാൻറ്റും കൂടെ അഴിച്ചു മാറ്റാണ്. അവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു കിടുക്കുമണി കാണുന്നുണ്ട്, അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല എന്ന് ലിൻഡ പറയും. അപ്പൊ ഹീറോ ആസന ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കൂടെ നോക്കാൻ പറയാണ്. ഇവൾക്ക് ദേഷ്യം വരുമെങ്കിലും അത് മാത്രം ഒന്ന് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇവള് കാലകത്തി പിന്നിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കും. അവിടെ കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഓട്ടോപ്സി ചെയ്യിപ്പിക്കാനാണ് ഹീറോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിയുമ്പോൾ കൺപീള മാത്രം ഒന്ന് പിറകിലേക്ക് മാറ്റി നോക്കാൻ പറയും. കാരണം കൺപീളയ്ക്ക് പിറകിലായി ചുവന്ന രക്തപ്പാടുകളുണ്ടെങ്കിൽ അത് വയലന്റ് ഡെത്തിന് അർത്ഥമാണ് കുറിക്കുന്നത്. അത് മാത്രം ചെക്ക് ചെയ്യാൻ പറയുമ്പം ഇവള് നോക്കുകയാണ്, ചുവന്ന രക്തപ്പാടുകളുണ്ട്. സോ ഇതൊരു വയലന്റ് ഡെത്ത് ആണ്, കൊലപാതകമാണ്. ശരീരത്ത് മുറിപ്പാടുകൾ ഇല്ലെങ്കിൽ പിന്നെ കഴുത്ത് ഞെരിച്ചായിരിക്കും കൊന്നിട്ടുണ്ടാവുക. അതിനുള്ള അടയാളങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കാൻ പറയും. ഇവള് ശ്രദ്ധിക്കുമ്പോൾ കഴുത്തിൽ ഒരു കയറിട്ട് മുറുക്കിയതിന്റെ ഞെരിഞ്ഞ പാടുകൾ കാണാം. സോ ശ്വാസം മുട്ടിച്ചിട്ടാണ് ഈ മനുഷ്യനെ കൊന്നിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞില്ലേ, ഇനി ഞാൻ പോട്ടെ എന്ന് ലിൻഡ ചോദിക്കും. ഹീറോ ഒരു ചെറിയ പണിയും കൂടെ അയാളുടെ വാ തുറന്ന് അകത്തെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാൻ പറയാണ്. ഇവള് വാ തുറന്ന് പരിശോധിക്കുമ്പോൾ പുള്ളിക്കാരന്റെ പല്ലുകൾ വെപ്പ് പല്ലുകളായിരിക്കും. ആ വെപ്പ് പല്ല് മാറ്റി ഇവള് വാക്കകത്തേക്ക് നോക്കുക. സഹായത്തിന് വേണ്ടി ആ എൻ്ററെ വിളിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഈ ബോഡിയുടെ കോലം കണ്ടിട്ട് ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തലചുറ്റി വീഴും, കുറച്ചു നേരം ഒന്ന് കാറ്റ് കൊണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. ഇവളോട് ഹീറോ വീണ്ടും പരിശോധിക്കാൻ പറയാണ്. ഇവള് നോക്കുമ്പോൾ മരിച്ച വ്യക്തിയുടെ നാക്ക് കാണുന്നില്ല. നാക്കാരോ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നു. വീണ്ടും അകത്തേക്ക് നോക്കുമ്പോൾ തൊണ്ടയിൽ എന്തോ കുടുങ്ങിക്കിടപ്പുണ്ട്. ഒരു മഞ്ഞ കളറുള്ള പ്ലാസ്റ്റിക് വസ്തു. അത് പുറത്തേക്ക് പ്ലഗ് ചെയ്തെടുക്കാൻ പറയാണ് ഹീറോ. എന്നാൽ ഇവളെ കൊണ്ട് കഴിയുന്നില്ല. അത് വീണ്ടും അകത്തേക്ക് പോയി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾ ചോദിക്കും. അതിന് ഹീറോ എന്നാ പിന്നെ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, തൊണ്ടഭാഗം അറുത്ത് മുറിച്ച് അതിനകത്തുള്ള ഈ വസ്തു പുറത്തേക്ക് എടുക്കുക. ഇത് കേട്ടുടനെ പോടാ പുല്ലേന്നും പറഞ്ഞ് ലിൻഡ കോള് കട്ട് ചെയ്തിട്ട് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്നു. നിന്റെ ഇനി ഒരു പണിക്കും ഞാനില്ലാന്നും പറഞ്ഞു ഇവള് ഹോസ്പിറ്റലിന് മുകളിലേക്ക് ചെന്ന് എൻ്ററെ വിളിക്കുക. എന്നാൽ എൻ്റർ അവിടെ കാണുന്നില്ല. ഈ ആശുപത്രിയിൽ ഇപ്പം ആരും തന്നെയില്ല. ഹീറോ വീണ്ടും ലിൻഡയെ കോൾ ചെയ്യുന്നു. എന്റെ മകൾക്ക് വേണ്ടി ദയവ് ചെയ്ത് നീ ഇത് ചെയ്യണമെന്ന് ഹീറോ അവളെ നിർബന്ധിക്കുക. അവൾ സമ്മതിക്കുന്നില്ല. ഹീറോ ഉടനെ മറ്റൊരു ടെക്നിക്ക് എടുക്കും. ലിൻഡയ്ക്ക് മക്കളുണ്ടോ? അവൾ പറയും, എനിക്ക് 24 വയസ്സായിട്ടുള്ളൂ, മക്കളാവാൻ പ്രായമായിട്ടില്ല.
അപ്പൊ ഹീറോ, എനിക്കൊരു മോളുണ്ട്, നാളെ നിനക്കും കുട്ടികളുണ്ടാവുമല്ലോ, നീ ഒരു ചിത്രം വരക്കാരിയാണെന്നാണ് എൻഡർ എന്നോട് പറഞ്ഞത്. എൻ്റെ മകൾക്കും ചിത്രം വരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെപ്പോലെയാണ് അവൾ, ഒരു പാവം പെണ്ണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ലിൻഡ പറയും, താൻ എന്നെ മനിപ്പുലേറ്റ് ചെയ്യാനൊന്നും നോക്കണ്ട, അതിനുള്ള കഴിവ് തനിക്കായിട്ടില്ല, ഒരു മണ്ടനെ പോലെ സംസാരിക്കരുത്, ഇപ്പൊ തനിക്ക് ആ വസ്തു പുറത്തേക്ക് എടുക്കണം, അതോടെ പ്രശ്നം തീർന്നല്ലോ, ഞാൻ ചെയ്തോളാം. അതിന് കാരണം തൻ്റെ വാക്കുകളല്ല, ഞാൻ ആ ബോർഡ് ചെക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ഡാനിയെക്കുറിച്ച് ആലോചിക്കാതിരുന്നത്. അവനുമേൽ എനിക്കുണ്ടായിരുന്ന ഭയം മാറിപ്പോയത്, അതുകൊണ്ട് മാത്രം ഞാൻ ആ ബോഡി മുറിക്കാം. ഇത് കേൾക്കുമ്പോൾ ഹീറോ ചോദിക്കും, നിന്റെ ബോയ് ഫ്രണ്ട് നിന്നെ ഉപദ്രവിക്കുമായിരുന്നു എന്ന്. ലിൻഡ പറയാണ്, അവൻ എന്നെ ഉപദ്രവിക്കുന്നതിൽ ഹരം കൊണ്ടിരുന്നു, എന്റെ വേദന അവനെ ത്രസിപ്പിക്കുമായിരുന്നു, അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ ഈ നാട്ടിലേക്ക് ഓടി വന്നത്. എന്നാൽ ഇനി അവനെ ഞാൻ പേടിക്കാൻ തയ്യാറില്ല എന്നും പറഞ്ഞ് ഇവള് തിരികെ ഓട്ടോപ്സി മുറിയിലേക്ക് നടന്നു പോവാണ്. ആ സമയത്ത് കിഡ്നാപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയെ കാണിക്കുന്നു. അവള് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്, ഒരു വഴിയും കാണുന്നില്ല. അപ്പോഴായിരിക്കും ആ സൈക്കോ വെച്ചിട്ട് പോയ പെട്ടിയിൽ എന്താണെന്ന് ഇവള് നോക്കുന്നത്. അതിനകത്തൊരു കയറായിരുന്നു, വെറും കയറല്ല, ഒരു തൂക്ക് കയർ. സോ അവൻ ഇവൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഞാൻ തിരികെ വരും, നിന്നെ പീഡിപ്പിക്കും, അതിന്ന് രക്ഷപ്പെടണമെങ്കിൽ മരിച്ചോളൂ എന്ന സൂചനയാണ് അവൻ കൊടുത്തിട്ട് പോയിരിക്കുന്നത്. അവിടുന്ന് കട്ട് ചെയ്താൽ വീണ്ടും ലിൻഡയുടെ അടുത്തേക്ക്, ഈ ബോഡി മുറിച്ചാൽ ഞാൻ ജയിലിൽ പോകുമോ എന്ന് അവൾ ഹീറോയോട് ചോദിക്കുന്നുണ്ട്. ഹീറോ പറയും, ഒരിക്കലുമില്ല, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ മാത്രമാണ്, എനിക്കതിനുള്ള ലൈസൻസ് ഉണ്ട്, എൻ്റെ ഒരു ടൂളായിട്ട് മാത്രമാണ് ഞാൻ നിന്നെ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നിനക്കെതിരെ കേസൊന്നും വരില്ല, ധൈര്യമായിട്ട് മുറിച്ചോളാൻ പറയും. ഹീറോ പറഞ്ഞു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് കഴുത്തിലൂടെ നേർ താഴേക്കൊരു കട്ടിങ്ങും പിന്നെ വിലങ്ങനെ താടി ഭാഗത്ത് മറ്റൊരു കട്ടും കൂടെ അവൾ ചെയ്യും. എന്നിട്ട് അകത്തിരിക്കുന്ന പ്ലാസ്റ്റിക് വസ്തു പുറത്തേക്ക് എടുക്കുകയാണ്. അതൊരു മഞ്ഞ സിലിണ്ടർ പോലെയുണ്ട്, പിള്ളേര് കളിക്കുന്ന സിലിണ്ടർ പോലെയുണ്ട്. പെട്ടെന്നായിരിക്കും ഈ എൻ്റർ അകത്തേക്ക് വന്ന് പാട്ട് വെക്കുന്നത്. അവൻ ഇതെല്ലാം കണ്ട് പേടിയായിട്ടൊരു പാട്ട് വെട്ടിയെടുക്കാൻ പോയതായിരുന്നു. ഇവൻ പാട്ട് വെച്ചത് കണ്ട് ലിൻഡ അവനോട് ദേഷ്യപ്പെട്ടത് ഓഫാക്കാൻ പറയും. അത് കഴിഞ്ഞ് കിട്ടിയ പ്ലാസ്റ്റിക് ബോക്സ് ഇവർ തുറന്നു നോക്കുക. അതിനകത്തൊരു ഫോട്ടോഗ്രാഫാണ്, വയസ്സായ ഒരു സ്ത്രീയുടെ ഫോട്ടോഗ്രാഫ്. അതാരാണെന്ന് എൻ്റർക്ക് മനസ്സിലാക്കും. ടോവൺ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണത്. ഈ ഐലൻഡിൽ താമസിക്കുന്ന ടോവൺ എന്ന് പറയുന്ന ഒരു സ്ത്രീ. അവരുടെ ഫോട്ടോ എന്തിനാണ് ഈ മനുഷ്യന്റെ കഴുത്തിലുണ്ടായിരുന്നത്? ഹീറോ ഉടനെ പോലീസിൽ ആരെയോ വിളിച്ചിട്ട് ഈ ടോവണെ കുറിച്ച് അന്വേഷിക്കാൻ പറയും. ടോവൺ എന്ന സ്ത്രീയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അന്വേഷിച്ച് പറയാൻ പറയും. അവരുടനെ ആ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് ഹീറോ ഈ ഇന്ത്യനോട്, നീ എത്രത്തോളം പണക്കാരനാണ്, നീ എന്തുകൊണ്ടാണ് മെഡിക്കൽ പഠിക്കാൻ വേണ്ടി വന്നത്, ഇത്രയും പണമുണ്ടെങ്കിൽ നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിക്കും. അതിന് ഇന്ത്യൻ പറയാണ്, അവന് ചെറുപ്പം മുതലേ ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് വന്നത്. വലിയ കുടുംബത്തിലൊന്നുമല്ല ജനിച്ചത്. തനിക്ക് 14 വയസ്സുള്ളപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, ഫേസ്ബുക്ക് പോലെ. അതിൽ 4 ലക്ഷം ആൾക്കാർ ജോയിൻ ചെയ്തിരുന്നു. പെട്ടെന്നൊരു ദിവസം ഏതോ ഒരു കമ്പനിക്കാർ ആ ആപ്ലിക്കേഷൻ വിൽക്കുകയാണെങ്കിൽ ചോദിച്ച പണം നൽകാമെന്ന് പറഞ്ഞു. എനിക്ക് ചെറുപ്രായമായതുകൊണ്ട് അധിക പണം ചോദിക്കാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ 14 മില്യൺ ചോദിച്ചു. അത് അവർ തരുകയും ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ഇത്രയും പണം കിട്ടിയത്. ഇത് കേട്ട് ഹീറോ ഞെട്ടിപ്പോകും. 14 മില്യണോ എന്ന് വെച്ചാൽ 100 കോടിക്കും മേളി വരും. ഇപ്പോൾ ആ ടോവണെക്കുറിച്ച് അന്വേഷിച്ച ലേഡി, പോലീസ് ലേഡി, ഹീറോയെ തിരിച്ചു വിളിച്ച് അവർക്ക് ലഭിച്ച വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ടോവൺ ഒരു ജഡ്ജായിരുന്നു. ജാൻ സാഡ്ലർ എന്ന സൈക്കോ റേപ്പിസ്റ്റിന് വിധി കൽപ്പിച്ച ജഡ്ജായിരുന്നു ഈ ടോവൺ. ആ വിധിയിൽ ജനങ്ങൾക്ക് ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ടോവൺ തന്നെത്താനെ റിട്ടയറായി ഹെലിഗോലാൻഡ് എന്ന സ്ഥലത്തേക്ക് പോയി അവിടെ താമസം തുടങ്ങി. അവരൊറ്റയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് അവരെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ. അത് കേട്ട ഉടനെ ഹീറോ ഒരു ഫ്ലാഷ് ബാക്ക് ചിന്തിക്കും. പണ്ടൊരു പെൺകുട്ടിയുടെ മരണത്തിൽ ഹീറോയുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു ഡോക്ടറുടെ മകളായിരുന്നു ആ പെൺകുട്ടി. ഈ ഓട്ടോപ്സി ചെയ്യുന്ന സമയത്ത് ആ ഡോക്ടർ ഹീറോയെ കാണാൻ വന്നിരുന്നു. ഈ ജാൻ സാഡ്ലർ എന്ന സൈക്കോ റേപ്പിസ്റ്റ് ഈ പെൺകുട്ടിയെ പിടിച്ചോണ്ടുപോയി പീഡിപ്പിച്ച് അവസാനം അവൾ മരിക്കാൻ വേണ്ടി തൂക്കുകയർ ഇട്ടുകൊടുത്ത ആ പീഡനത്തെ പേടിച്ച് പെൺകുട്ടി ആത്മഹത്യ ചെയ്യായിരുന്നു. ഈ ഡോക്ടർ ഹീറോയോട് പറയും, അവൻ എൻ്റെ പെൺകുട്ടിയെ ഉപദ്രവിച്ച് ദ്രോഹിച്ച് അവസാനം മരണത്തിലേക്ക് ഇട്ടുകൊടുത്ത. എന്നാൽ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് അവൻ കാരണമാണ് അവൾ മരിച്ചതെങ്കിലും റേപ്പിന് മാത്രമേ അവനെതിരെ കേസ് വരുള്ളൂ, കൊലപാതകത്തിന് കേസുണ്ടാവില്ല. അവൻ രക്ഷപ്പെടും. നീ ദയവേത് റിപ്പോർട്ടിൽ അവൻ കൊന്നതാണെന്ന് എഴുതണം, എന്നാൽ മാത്രമേ അവൻ പിടിക്കപ്പെടുള്ളൂ. നീ അതെനിക്ക് വേണ്ടി ചെയ്യണമെന്ന് ആ അച്ഛൻ ഹീറോയോട് യാചിച്ചിരുന്നു. എന്നാൽ ഹീറോ അത് നിയമവിരുദ്ധമാണ്, വേറെ ആരെങ്കിലും ചെക്ക് ചെയ്താൽ കണ്ടുപിടിക്കും, ദയവ് ചെയ്ത് നീ എന്നെ ഇതിന് നിർബന്ധിക്കരുത്. അവൻ കൊന്നതാണെന്ന് എഴുതിയില്ലെങ്കിൽ കൂടെ പെൺകുട്ടി മൈനർ ആയതുകൊണ്ടും അവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടും 10 വർഷത്തിൽ കൂടുതൽ അവന് ശിക്ഷ ഉറപ്പായിട്ടും ലഭിക്കും. അതുകൊണ്ട് നീ സമാധാനത്തോടെ പോന്നും പറഞ്ഞ് ഹീറോ ആ അച്ഛനെ പറഞ്ഞു വിടുമായിരുന്നു. അയാൾ പറഞ്ഞതുപോലെ ഹീറോ ചെയ്തില്ല. നിനക്കും ഒരു മകളുണ്ടല്ലോ, അവൾക്കിങ്ങനെ സംഭവിക്കുകയായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോടാ എന്നും ചോദിച്ചിട്ടാണ് ആ ഡോക്ടർ പോയത്.
അത് കഴിഞ്ഞ് വിധി വന്നപ്പോൾ ഈ സൈക്കോ റേപ്പിസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്നും അവന് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്നും പറഞ്ഞിട്ട് വെറും 3.5 വർഷം മാത്രമേ കോടതി അവന് തടവ് കൊടുക്കുന്നുള്ളൂ. അതിൽ അവന്റെ ചിരി കാണണം. ഇത് കണ്ടെന്ന് ദേഷ്യപ്പെട്ട അച്ഛൻ കോടതിയെയും ജഡ്ജിനെയും ഒരുപാട് ചീത്ത പറഞ്ഞു. അവിടെ വലിയ വഴക്കുണ്ടാക്കി. എന്നാൽ ആരും അദ്ദേഹത്തെ ചെവിക്കൊണ്ടില്ല. അപ്പോഴും ആ സൈക്കോ നിന്ന് ചിരിക്കുകയായിരുന്നു. ഈ ഫ്ലാഷ് ബാക്ക് ആലോചിച്ച ഹീറോ ഇന്ത്യനോട് പറയും, നമുക്കിനി പോകേണ്ടത് മരിനേക്കിലേക്കാണെന്ന്. അത് കേട്ട ഇന്ത്യൻ ചോദിക്കുകയാണ്, അവിടെയാണോ നിങ്ങളുടെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട മകളുള്ളത്? സോ ഈ ഇന്ത്യന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഹീറോ അവനോട് പറഞ്ഞില്ലെങ്കിൽ കൂടെ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നൊക്കെ വെച്ചിട്ട് ഇന്ത്യന് കാര്യം മനസ്സിലായി. ഹീറോയുടെ മകൾ കടത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കൂടെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. ഇത് കേട്ട ഹീറോ ചോദിക്കുകയാണ്, നീ എന്നോടൊരു സത്യം പറയോ? എന്തിനാണ് വഴിയെ പോയ എന്നെ ഇത്രയും സഹായിക്കാൻ വേണ്ടി നീ കൂടെ കൂടിയത്?